ടി.വി. പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനത്തിന്റെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ആദ്യം തുടങ്ങാം. ഉറപ്പ് നൽകിയ ഗ്യാരണ്ടികളിൽ കയ്യടി നേടിയിട്ടുള്ള വാഗ്ദാനങ്ങൾ തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കയ്യടി നേടിയിരിക്കുന്നു. വി.ഡി. സതീശൻ വാക്കുപാലിക്കുന്നു എന്നുള്ളൊരു ഇമ്പാക്ട് തുടക്കത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന് തുടർച്ചയാണ് ഉണ്ടാവേണ്ടത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ എന്താണ് ഉണ്ടായിരുന്നത്? സംസ്ഥാനത്തെ സ്ത്രീകൾ ഹാപ്പിയാണെന്നൊക്കെ പ്രതികരണങ്ങളിൽ നേരത്തെ നമ്മൾക്ക് മുന്നിൽ തന്നെ അവർ പ്രതികരിച്ചിട്ടുണ്ട്. പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? റോഷിനി, പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് നേരെ എത്തിയത് സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി. മാത്രവുമല്ല, എല്ലാ വാർത്താ സമ്മേളനങ്ങൾക്ക് ശേഷം കേരളത്തിൽ പതിവുള്ള ഒരു വാർത്താ സമ്മേളന ശൈലി അത് തിരുത്തിയത് കഴിഞ്ഞ സർക്കാരും അതിന് മുമ്പത്തെ സർക്കാരുമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാ വാർത്താ സമ്മേളനങ്ങളും എല്ലാ മന്ത്രിസഭാ യോഗത്തിന് ശേഷവും വാർത്താ സമ്മേളനം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്, മിക്കവാറും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ തന്റെ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ. തുടങ്ങുമ്പോൾ പറഞ്ഞ വാക്കുകൾ മറന്നുപോകരുതല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടിക്കൊണ്ടുള്ള തീരുമാനമുണ്ട്. അത് വലിയ തുകയൊന്നും കൂട്ടിയില്ല. പക്ഷേ അവർ പറയുന്നത് ഈ തുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ന നിലയ്ക്ക് നോക്കുകയാണ്. ഇനിയിപ്പോൾ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് വി.ഡി. സതീശൻ വിശദീകരിച്ചത്. അതിൽ യഥാർത്ഥത്തിൽ ആശാവർക്കർമാർ ഹാപ്പിയുമാണ് എന്നുള്ളതാണ്. നേരത്തെ സാന്ത്വനയോട് അവർ സംസാരിക്കുകയും ചെയ്തു. ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് വേണ്ടി നിൽക്കുന്ന സർക്കാർ എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തോടെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ കാര്യം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉണ്ടായിരുന്നു. അത് സംസ്ഥാനത്ത് ആദ്യമാണ് വയോജന വകുപ്പ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ സ്ത്രീകൾക്കെല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം അത് പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ്. ജൂൺ 15-ാം തീയതി മുതൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ഇനിയിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ഏതൊക്കെ ബസ്സിലാണ്, എങ്ങനെയൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അതിൻ്റെ സാമ്പത്തികം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച് അത് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, രാഷ്ട്രീയമായ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇതിലുണ്ടായത്, നേരത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെയും UDF-ന്റെയും ആരോപണങ്ങളെ എതിർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടയിലായിരുന്നു ആ സംഭവം നടന്നത്. അന്ന് ആ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ആ രണ്ട് ചെറുപ്പക്കാരെ അതിഭീകരമായി അടിക്കുന്ന ദൃശ്യങ്ങൾ കേരളം കണ്ടതാണ്. അന്ന് ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും മുഖ്യമന്ത്രി പരിഹസിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ടേ ഇല്ല, അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന്. അന്ന് ആ സമയത്ത് അതിരൂക്ഷമായ വിമർശനങ്ങളായിരുന്നു കോൺഗ്രസും UDF-ഉം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. അതിൽ തുടരന്വേഷണത്തിനുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭ എടുക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ കിട്ടിയില്ല എന്നായിരുന്നു പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്. എന്നാൽ അതിൽ തുടരന്വേഷണം നടത്താനുള്ള തീരുമാനം ഈ സർക്കാർ എടുക്കുന്നു. അതുപോലെ തന്നെ നിർണായകമായ മറ്റ് ചില തീരുമാനങ്ങൾ പ്രോട്ടം സ്പീക്കറായി G. സുധാകരനെ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നു. ചുരുക്കത്തിൽ ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സർക്കാരാണ് വന്നിരിക്കുന്നത് എന്ന ഒരു ടെമ്പോ നിലനിർത്താൻ വി.ഡി. സതീശന് ആദ്യ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ രത്നചുരുക്കം. റോഷ്നി, അതാണ് പ്രസാദ്. കഴിഞ്ഞ 5 വർഷത്തെ സർക്കാരിനെതിരെ ഏതൊക്കെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധം തീർത്തത്? അതിൽ ചിലത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ആ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടാക്കിയ ഒരു സാഹചര്യം നമുക്കറിയാം. അത് സംസ്ഥാനത്ത് എത്രത്തോളം രാഷ്ട്രീയമായി അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അറിയാം. തെരഞ്ഞെടുപ്പിൽ പോലും മുഖ്യമന്ത്രിയുടെ വാക്കുകളൊക്കെ പരാജയത്തിന് കാരണമായി എന്ന് വിലയിരുത്തപ്പെടുന്ന ദിവസങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഒരു സർക്കാർ രൂപീകരിക്കപ്പെട്ട് അതിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വന്നുകൊണ്ട് ഇത് ഉടൻ തന്നെ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള വിവരം വരുന്നത്. അടികൊണ്ടവർ നമ്മളോട് നേരത്തെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അവർ എന്തെങ്കിലും ഒരു പ്രതികാരം എന്നുള്ള നിലയ്ക്കല്ല കാണേണ്ട, ന്യായമായ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് അവരടക്കം പറഞ്ഞത്.
അത് തന്നെയാണ് റോഷ്നി അതിലെ പ്രധാനപ്പെട്ട കാര്യവും. അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് സംസ്ഥാനത്ത് എന്തും ചെയ്യാം എന്ന് പറയുന്ന നിലത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അന്ന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത്. അന്ന് ആ ചെറുപ്പക്കാരെ തെരുവിലിട്ട് തല്ലിയതിന് പകരം ചോദിക്കുമെന്നൊക്കെ വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറയുമ്പോഴും ആ രീതിയിലെ അങ്ങനെ പറയരുത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പറയുകയും ചെയ്ത്. പക്ഷേ ഇതിപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയതിന് ശേഷം അന്ന് നേരത്തെ കോടതിയുടെ തീരുമാനപ്രകാരം ഒരു തുടരന്വേഷണത്തിനുള്ള ഉത്തരവുണ്ടായിരുന്നു. അത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ തീരുമാനമാണ്, മാറിയ സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമാണ്. UDFിൻ്റെ അണികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് അണികൾക്ക് വലിയ ആവേശമുണ്ടാകുന്നതാണ്. കാരണം കഴിഞ്ഞ കാലം മറക്കാത്ത ഒരു സർക്കാരാണ് വന്നിരിക്കുന്നത് എന്ന ഒരു തരംഗമുണ്ടാക്കാൻ ആ പ്രഖ്യാപനത്തിലൂടെ വി ഡി സതീശനും UDF സർക്കാരിനും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ അതവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതാണ് ആശാ വർക്കർമാർ പറയുന്നത്. മഴയത്തും വെയിലത്തും കിടന്ന് സമരം ചെയ്യുമ്പോഴും ആ സമരമൊന്നും ആവശ്യമുള്ളതല്ല എന്ന ഒരു പ്രതികരണമാണ് അന്നത്തെ മുഖ്യമന്ത്രിയും LDF CPM നേതൃത്വവും നടത്തിയതെങ്കിൽ ഇത്തവണ അധികാരത്തിലേറിയ സർക്കാർ അതല്ല, അവരെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനൊപ്പം പാചക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചുകൊണ്ട്, ലോവർ പ്രൈമറിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പായും ഒരു വലിയ ജനവിഭാഗങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നത് തന്നെയാണ് റോഷ്നി. യെസ്, TV പ്രസാദാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗ പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.